തൃശൂർ അതിരപ്പള്ളിയിൽ കനത്ത മഴ. പെരിങ്ങൽകുത്ത് ഡാം തുറക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് രംഗത്ത് വന്നു. പറമ്പിക്കുളത്ത് നിന്ന് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ MLA ആവശ്യപ്പെടുന്നത്. അതേസമയം പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ വീണ്ടും ഉയർത്തും. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, വിവരങ്ങൾ. തൃശ്ശൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മഴ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ ഡാമുകൾ തുറക്കുന്നതിലേക്കടക്കം പോയിരിക്കുന്നത്. അതായത് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം അതിരപ്പള്ളി മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പെരിങ്ങൽകുത്ത് ഡാം തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് MLA സനീഷ് കുമാർ ജോസഫ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിരപ്പള്ളിയുടെ കിഴക്കൻ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് പെയ്യുന്നത്. അതോടൊപ്പം തന്നെ പറമ്പിക്കുളത്ത് നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ വെള്ളം ഈ പെരിങ്ങൽകുത്ത് ഉൾപ്പെടുന്ന കേരള ഷോളയാറിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം കണക്കാക്കുകയാണെങ്കിൽ 130 ഘനയടി മീറ്റർ തോതിലാണ് വെള്ളം ഇപ്പോൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ പെരിങ്ങൽകുത്ത് ഡാമിന്റെ സംഭരണശേഷി അത് ഉയർന്നു നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി വിടാനാണ് ഇപ്പോൾ MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ചാലക്കുടി പുഴയിലടക്കം വെള്ളം ഉയരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അടിയന്തരമായി പെരിങ്ങൽകുത്ത് ഡാമിലൂടെ കൂടുതൽ വെള്ളം തുറന്നുവിടണം എന്നുള്ളതാണ് ഇപ്പോൾ സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പീച്ചി ഡാമിലും പീച്ചിയുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് തുടരുന്നത്. ഇവിടെ 4 ഷട്ടറുകൾ 5 ഇഞ്ച് വീതം ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ ആദ്യ ഘട്ടമായി ഈ തോതനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണലിപ്പുഴ അതോടൊപ്പം തന്നെ കരുവന്നൂർ പുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. കാരണം അവിടെയെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ എന്നാൽ പോലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം. ഓക്കെ, സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്.